അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അത്യാദരണീയരായ ഷാഫി സഖാഫി ഉസ്താദ്, കോട്ടമല ഉസ്താദ്, സജീർ ഉസ്താദ്, അതുപോലെ നമ്മുടെ മുഖ്യ സംഘാടകർ ആയ ഹസൻ സഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതർ, ഈ നാട്ടിലെ പൗരപ്രമുഖർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, അവസാനം ഒരല്പനേരം കൂടെ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് മുമ്പുള്ള സെമിനാർ പിരിയും. ഡിജിറ്റൽ ബന്ധങ്ങളും ഖുർആനിക മൂല്യങ്ങളും എന്ന വിഷയത്തിലാണ് നമുക്ക് അല്പം സംസാരിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്, ഖുർആൻ നിത്യനൂതനം എന്ന വിഷയത്തിൽ ഗംഭീരമായ ഒരു അവതരണം ബഹുമാനപ്പെട്ട സജീർ ഉസ്താദിൽ നിന്ന് നമുക്ക് കിട്ടി. അതിനുശേഷം ഖുർആനിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും അതിൻ്റെ സമഗ്രതയും കുറഞ്ഞ വാക്കുകളിലാണെങ്കിലും വലിയ അർത്ഥതലങ്ങളോടെ ബഹുമാനപ്പെട്ട കോട്ടുമല സഖാഫി ഉസ്താദും നമുക്ക് തന്നു. ഇനി കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഡിജിറ്റൽ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥത്തിന് വേണമെങ്കിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ഡിജിറ്റൽ കാലത്തെ ബന്ധങ്ങൾ, രണ്ടാമത്തത് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള ബന്ധങ്ങൾ. എന്തായാലും രണ്ടർത്ഥത്തിനാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഡിജിറ്റൽ കാലത്താണ്. ഡിജിറ്റൽ ഡിവൈസുകളുടെ ഡിജിറ്റുകളും അൽഗോരിതങ്ങളും നമ്മളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു ദിവസത്തിൻ്റെ മുഖ്യമായ സമയവും ഡിജിറ്റൽ സ്ക്രീനുകളുടെ മുമ്പിൽ ചെലവഴിക്കുന്ന, സ്ക്രീനിന് മുമ്പിൽ ചെലവഴിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ ദൈനംദിന ഇടപാടുകൾ, നടപടികൾ, അവയുടെ വലിയൊരു ഭാഗവും ഡിജിറ്റൽ മാധ്യമങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ആ ഒരു കാലത്തെ സാമൂഹിക ബന്ധങ്ങൾ, അതുപോലെ ഡിജിറ്റൽ മാധ്യമങ്ങൾ തന്നെ ഉപയോഗിച്ചുള്ള സാമൂഹിക ബന്ധങ്ങൾ, അതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എങ്ങനെ സമീപിക്കാമെന്നതാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിശുദ്ധ ഖുർആൻ ഏത് കാലത്തെയും ഏത് ജനതക്കും അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഏതായാലും സാഹചര്യങ്ങൾ ഏതായാലും ആളുകൾ പരസ്പരം ഇടപെടുന്ന മാർഗങ്ങൾ ഏതായാലും എല്ലാത്തിലും മനുഷ്യരുടെ ഭൗതികമായ സാമൂഹികമായ നന്മയും കെട്ടുറപ്പും ഉറപ്പുവരുത്തുന്ന, അവരുടെ പാരത്രികമായ വിജയത്തിൻ്റെ വഴി തെളിച്ചമുള്ളതാക്കുന്ന മാർഗങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് തന്നിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തോ പ്രത്യേക മാധ്യമത്തിലോ മാത്രം ലിമിറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ കാലമാണെങ്കിലും അല്ലാത്ത കാലമാണെങ്കിലും, അങ്ങേയറ്റത്തെ അപരിഷ്കൃത കാലമാണെങ്കിലും, ഇനി ഡിജിറ്റൽ പ്രോ മാക്സ് ആയിട്ടുള്ള കാലമാണെങ്കിലും, ആ കാലത്തെയൊക്കെ മനുഷ്യർ അവർക്കിടയിൽ എങ്ങനെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കണമെന്നും അവരുടെ ബന്ധങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും എന്തെല്ലാം പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ടെന്നുമെല്ലാം ഖുർആൻ വളരെ നന്നായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ നല്ലൊരു ഭാഗവും മനുഷ്യന്റെ സാമൂഹിക ബന്ധങ്ങളെ മനോഹരമാക്കാനും ചിട്ടപ്പെടുത്താനും, ബന്ധങ്ങളെ ദുർബലമാക്കുന്ന, ബന്ധങ്ങളെ മലീമസമാക്കുന്ന, ബന്ധങ്ങളെ ദുഷിച്ച അവസ്ഥയിലേക്ക് നയിക്കുന്ന എല്ലാ തരം പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാനുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമതായി, എല്ലാ മനുഷ്യരും തമ്മിലുള്ള ബന്ധം, എല്ലാ മനുഷ്യരും, ഭൂമുഖത്തെ മനുഷ്യരായി ജനിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ, ഒരു ദാർശനിക തലമുണ്ട്. അത് നമുക്കറിയാം. മനുഷ്യകുലത്തിൻ്റെ ആരംഭം മുതൽ അറിയപ്പെട്ട ചരിത്രങ്ങളിലുടനീളം എല്ലാ കാലത്തും മനുഷ്യർ തട്ടുതട്ടുകളായിട്ടാണ് മനുഷ്യ സമൂഹങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കുറേ പേർ ഉന്നതരും കുറേ പേർ താഴെ തട്ടിലുള്ളവരും, കുറെ ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങളും
ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ഭരിക്കുന്നവരും, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെക്കാൾ ഉന്നതരാണെന്ന് കരുതുന്നവരും, ഒരു വിഭാഗം തങ്ങൾ ദുർബലരാണ് എന്ന അപകർഷ ബോധത്തോടുകൂടി ജീവിക്കുന്നവരും ഒക്കെയായിട്ടാണ് മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിജിറ്റൽ കാലമാണെങ്കിലും ആ അവസ്ഥയ്ക്ക് പൊതു സമൂഹത്തിൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പൊതു ലോകത്ത് ഇന്നും മനുഷ്യരെ തട്ടുകളായിട്ട് തന്നെ വർഗീയമായും വംശീയമായും തട്ടുതട്ടുകളാക്കി ക്രമീകരിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. പലപ്പോഴും ഡിജിറ്റൽ സാധ്യതകളെ മനുഷ്യരെ കൂടുതൽ തട്ടുകളാക്കി മാറ്റാനുള്ള ആയുധങ്ങളായി, ടൂൾസുകളായി ഉപയോഗിക്കുന്ന പ്രവണത പോലും നമുക്ക് ഇന്നും കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഈ മനുഷ്യരെ ജാതികളായി ശ്രേണീവൽക്കരിച്ച് അവരെ അനന്തകാലം ഒരു വിഭാഗത്തെ അടിച്ചമർത്താനുള്ള സംവിധാനങ്ങളെ നൂറ്റാണ്ടുകളായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സമൂഹങ്ങളിൽ ആധുനിക സംവിധാനങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതേസമയം വിശുദ്ധ ഖുർആൻ രൂപപ്പെടുത്തിയ സമൂഹത്തിൽ വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞ പോലെ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ എന്ന് നമ്മളൊക്കെ സാധാരണ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മനുഷ്യരെ, നിങ്ങളെ നാം പഠിച്ചിരിക്കുന്നത് നിങ്ങളെയെല്ലാം ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. നിങ്ങളെ നാം ഗോത്രങ്ങളും വംശങ്ങളും വ്യത്യസ്ത ജനവിഭാഗങ്ങളുമാക്കി തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പരസ്പരം ഐഡന്റിറ്റികൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതൊന്നും നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡങ്ങളല്ല. മനുഷ്യരുടെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നിങ്ങൾ എത്രത്തോളം തഖ്വ പുലർത്തുന്നു എന്നത് മാത്രമാണ് എന്നത് വെറും ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയിട്ടില്ല. ഇസ്ലാമിക ലോകത്ത് നമുക്കറിയാം, അത് മനുഷ്യരെ അത്രയും വലിയ തട്ടുതട്ടുകളിൽ നിന്ന് മോചിപ്പിച്ച് ഒരു ഏകമായ മനുഷ്യകുലത്തെ രൂപപ്പെടുത്തുന്നതിൽ വിശുദ്ധ ഖുർആൻ വലിയ വിജയം നേടിയിട്ടുണ്ട്. ഇന്നും ആ ബന്ധം, മനുഷ്യർ തമ്മിലുള്ള അടിസ്ഥാനപരമായ ബന്ധത്തെ അതേ രീതിയിൽ തന്നെ നിർവചിക്കേണ്ടതിൻ്റെയും വ്യവസ്ഥപ്പെടുത്തേണ്ടതിൻ്റെയും അനിവാര്യത ബോധ്യപ്പെട്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇത് ഞാനൊരു ആമുഖമായി പറഞ്ഞതാണ്. കാരണം മനുഷ്യരുടെ ഏറ്റവും ആദ്യത്തെ ബന്ധം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഏത് തലത്തിൽ നിൽക്കുന്നു എന്നതാണല്ലോ. അതിനെക്കുറിച്ചുള്ള നിലപാട് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മനുഷ്യരെ പഠിപ്പിക്കുകയും അത് പ്രാക്ടിക്കലായി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്തെ ഡിജിറ്റൽ സംവിധാനങ്ങളുള്ള കാലത്തെ ബന്ധങ്ങളെക്കുറിച്ച് പല നിരീക്ഷണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിജിറ്റൽ സൗകര്യങ്ങൾ സത്യത്തിൽ ബന്ധങ്ങളെ പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നതാണെങ്കിലും ഫലത്തിൽ പലപ്പോഴും ബന്ധങ്ങൾ ദുർബലപ്പെടുന്നതും ആളുകൾ കുറെ കൂടെ ഒറ്റപ്പെടലിലേക്ക് പോകുന്നതുമായ വ്യാപകമായ റിപ്പോർട്ടുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിജിറ്റൽ അഡിക്റ്റുകളായി മാറിയിട്ടുള്ള വിദ്യാർത്ഥികളും യുവതലമുറയുമൊക്കെ പലപ്പോഴും വലിയ മാനസികമായ ലോൺലിനെസ്, ഏകാന്തത അനുഭവിക്കുകയും അത് അവരുടെ സാമൂഹിക ജീവിതത്തെയും അവരുടെ വ്യക്തി ജീവിതത്തെയും ഒക്കെ ബാധിക്കുകയും ചെയ്യുന്ന ധാരാളം റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുകയും മനുഷ്യർക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടും മനുഷ്യർ തമ്മിൽ ഉള്ള ബന്ധങ്ങൾ പുഷ്ടിപ്പെടുന്നതിന് പകരം ഓരോരുത്തർ ഓരോരോ തുരുത്തുകളായി ഓരോരുത്തർ സ്വന്തം ഡിവൈസുകളിലേക്ക് ചുരുങ്ങിപ്പോയതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സാമൂഹികമായ ഛിദ്രതകളും നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ദാമ്പത്യ ബന്ധങ്ങളെ ഏറ്റവും അധികം ദുർബലപ്പെടുത്തുന്ന ഒരു കാരണമായി പുതിയ കാലത്ത് വന്നിരിക്കുന്നത് പങ്കാളികൾ ബെഡ്റൂമിലെത്തിയാലും ബെഡിലെത്തിയാലും പിന്നെയും സ്ക്രീനുകളിൽ തന്നെ തലകുമ്പിട്ടിരിക്കുന്നു എന്നതാണ്. ഇത് ബന്ധങ്ങളെ നശിപ്പിക്കുന്ന പുതിയ കാലത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ വളർന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് ബന്ധങ്ങളെ പുഷ്ടിപ്പെടുത്താനും ബന്ധങ്ങളെ തകർക്കാനുമുള്ള ശേഷിയുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ബന്ധങ്ങളെ രൂപപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ രൂപപ്പെടുന്ന ബന്ധങ്ങൾ നമുക്കറിയാം, തീർച്ചയായും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് സൈഡുകളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ബന്ധങ്ങൾ പലപ്പോഴും പുതിയ കാലത്ത് അവിഹിതമായ തലങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രശ്നവും നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ പത്രങ്ങളിലെ വാർത്തകൾ കുറ്റകൃത്യങ്ങളുടെ നല്ല ഒരു പങ്കും, കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ മാനവരാശിക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, സാങ്കേതികമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ടാക്സ് വെട്ടിപ്പ് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ സത്യത്തിൽ സാങ്കേതികമായ കുറ്റകൃത്യങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഗവൺമെൻറ് ആ ടാക്സുമായി ബന്ധപ്പെട്ട നിയമം മാറ്റിക്കഴിഞ്ഞാൽ കുറ്റകൃത്യം ഇല്ലാതായി മാറും, വേണമെങ്കിൽ അത് പുണ്യകർമ്മമായിട്ട് മാറും.
അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കുറ്റകൃത്യങ്ങളുണ്ട്, അത് ഓരോ സമൂഹത്തിലും ഉണ്ടാവും. അതേസമയം മാനവരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ, കൊലയും കൊള്ളയും അക്രമങ്ങളും അതുപോലെ ബലാത്സംഗങ്ങളും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുടെ ഒക്കെ പിറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്ന വലിയ രണ്ട് ഘടകങ്ങൾ. നിങ്ങളൊരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വാർത്തയുടെ ആ വളരെ ബാഹ്യമായ ന്യൂസ്, അതിൻ്റെ പിറകിലേക്ക് അന്വേഷിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല. വളരെ ബാഹ്യമായ ന്യൂസ് വായിച്ചാൽ തന്നെ അതിൽ മിക്കപ്പോഴും നമുക്ക് രണ്ടാലൊരു സാന്നിധ്യം അല്ലെങ്കിൽ രണ്ട് സാന്നിധ്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന് അവിഹിതം, അല്ലെങ്കിൽ രണ്ടാമത്തേത് ലഹരി. ഈ രണ്ടാലൊന്നിൻ്റെ അല്ലെങ്കിൽ രണ്ടിൻ്റെയും സാന്നിധ്യമുള്ളതാണ് ഇന്നത്തെ മിക്കവാറും കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് പത്രങ്ങളുടെ ഒന്നാം പേജിലൊക്കെ വരുന്ന വലിയ കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സാന്നിധ്യങ്ങളെ കാണാൻ പറ്റും. പറഞ്ഞു വന്നത്, ഡിജിറ്റൽ കാലത്തെ സംവിധാനങ്ങൾ കുറെ കൂടെ കുറ്റകൃത്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന ബന്ധങ്ങളിലേക്ക് പോയിരിക്കുന്ന ഒരു അന്തരീക്ഷവും നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യൻ അവൻ്റെ ഇണകളിൽ നിന്ന് അകന്നുപോയി മനുഷ്യൻ പലയിടത്തായിട്ട് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന അന്തരീക്ഷവും ഉണ്ട്. എന്നാൽ അതൊക്കെ ഒരു പൊള്ളയായ സന്തോഷങ്ങളായി മാറുന്ന സാഹചര്യവുമുണ്ട്. ഇവിടെ മനുഷ്യരുടെ ഒന്നാമത്തെ ബന്ധം എന്ന നിലക്ക് മനുഷ്യരുടെ എല്ലാവരുടെയും ബന്ധങ്ങളെ നമ്മൾ പരാമർശിച്ചു. ഇനി നമ്മൾ കുറെ കൂടെ മനുഷ്യരുടെ ഊഷ്മളമായ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ആദ്യത്തെ ബന്ധം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഫാമിലിയാണ്, കുടുംബമാണ്. ഫാമിലിയാണ്, ഇണകളും മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ആദ്യത്തെ ഒരു സാമൂഹിക യൂണിറ്റി എന്ന് പറയുന്നത്. സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ബന്ധം മാതാപിതാക്കളോടുള്ള ബന്ധവും പിന്നെ ഇണകളോടുള്ള ബന്ധവും പിന്നെ മക്കളോടുള്ള ബന്ധവുമാണ്. ഈ ബന്ധങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തിയിട്ടുള്ളത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. മനുഷ്യർ അവർ ഇണകളായി ജീവിക്കുമ്പോൾ ആ ഇണകളുടെ ദൗത്യമെന്ന് പറയുന്നത് പരസ്പരം സമാധാനവും സ്നേഹവും ശാന്തിയും പകരലാണ്. മനുഷ്യന് ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ വിവിധങ്ങളായ വിഹ്വലതകളും വിവിധങ്ങളായ ആശങ്കകളും ബേജാറുകളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടെയെല്ലാം മനുഷ്യജീവിതത്തെ സമാധാനപ്പെടുത്തുന്ന, മനുഷ്യജീവിതത്തിന് പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് ആശ്വാസം കിട്ടുന്ന, അവരുടെ ഉള്ളിലുള്ള ചൂടെല്ലാം തണുപ്പിച്ചു കളയുന്ന തണുപ്പിന്റെ കേന്ദ്രമായിരിക്കണം നമ്മുടെ കുടുംബകങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഡിജിറ്റൽ കാലത്തെ, ആധുനിക കാലത്തെ കുടുംബ ബന്ധങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സ്വാധീനം മൂലവും അല്ലാതെയും എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ആദ്യമായി സൂചിപ്പിച്ചത്. അതിൻ്റെ മറുവശമാണ് നമ്മുടെ ബന്ധങ്ങളെ മനോഹരമാക്കാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ സംവിധാനങ്ങളെ സത്യത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ഇണകൾ തമ്മിലുള്ള ബന്ധം, കുടുംബത്തിന്റെ ബന്ധം, കുടുംബത്തിലെ മക്കളുമായുള്ള ബന്ധം, ഈ ബന്ധങ്ങളും അവദ്ദത്തും അതുപോലെ തന്നെ റഹ്മത്തും പരസ്പരമുള്ള കാരുണ്യവും കൃപയും സക്കീനത്തുമുള്ള ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ബന്ധങ്ങളാകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള, നമ്മുടെ ഒരു ക്ലീഷയായിട്ടുള്ള പ്രയോഗം പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ രൂപപ്പെടാനുള്ള ശ്രമങ്ങളുണ്ടാവണമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഈ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. സത്യത്തിൽ ഇതിന് ബദലായി ഒരു തരത്തിലുള്ള മാർഗങ്ങളും ലോകത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഫാമിലി എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതെയാവണം. കുടുംബം ആണ് ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. കുടുംബം എന്ന് പറയുന്ന സംവിധാനം തകർന്നു പോകണം എന്ന് വാദിക്കുന്ന പലതരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും വളരെ സജീവമായിട്ടുണ്ട്. കമ്മ്യൂണിസം മുതൽ പുതിയ ലിബറലിസം വരെയുള്ള എല്ലാവരുടെയും ആദ്യത്തെ ലക്ഷ്യങ്ങളിലൊന്ന് കുടുംബം എന്ന് പറയുന്ന സംവിധാനം തകരണമെന്നാണ്. അടുത്ത കാലത്ത് ഈ സ്വതന്ത്ര ലൈംഗികതയുടെ വ്യത്യസ്ത തലങ്ങളെ സിനിമകളിലൂടെയൊക്കെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച വിവാദമായ ഒരാളുടെ ഒരു അഭിമുഖത്തിന്റെ ബൈറ്റ് കേൾക്കാനിടയായി. ഒരു ഡൈവോഴ്സ് കൂടുതൽ നടന്നാൽ ഞാൻ കൂടുതൽ സന്തുഷ്ടനായി, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന, ഒരു വിവാഹബന്ധം തകർന്നാൽ അത്രയും സന്തുഷ്ടനായി, സമൂഹത്തിലെ വിവാഹബന്ധങ്ങൾ തകരണമെന്നും
കുടുംബം എന്ന സംവിധാനം തകരണമെന്നും വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും ലിബറലിസ്റ്റുകളും അത്തരത്തിലുള്ള ചിന്തകരും വർദ്ധിച്ച അളവിലുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ ആ ഒരു വ്യവസ്ഥ, മനുഷ്യരുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ പരസ്പരം കടപ്പാടിന്റെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്നതല്ലാതെ പരസ്പരമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഡിസ്പോസബിളായി മാത്രം, തങ്ങളുടെ ആവശ്യം കഴിഞ്ഞ വസ്തുക്കളെ വലിച്ചെറിയുന്ന ലാഘവത്തോടെ വലിച്ചെറിയുന്ന ബന്ധങ്ങളെ നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള, മറ്റുള്ളവരോടുള്ള കടപ്പാടുകൾക്ക് പകരം സ്വന്തം ആസ്വാദനവും സ്വന്തം അവകാശങ്ങളും മാത്രം ചിന്തിക്കുന്ന തലത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ബന്ധങ്ങളുടെ ഫലമാണ് പാശ്ചാത്യ ലോകം മുതൽ ഇപ്പോൾ നമ്മുടെ നാടുകൾ വരെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള സാമൂഹികമായ ഛിദ്രതകൾ. അമേരിക്കയിലെ കുട്ടികളുടെ വലിയ ഒരു ശതമാനം ഫാദർലെസ് കുട്ടികളാണ്, തന്തമാരില്ലാത്ത കുട്ടികൾ. ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു വലിയ ചർച്ചയായ പുസ്തകം നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഓൺലൈനിലൂടെ വാങ്ങിക്കാനും വായിക്കാനും ഒക്കെ കിട്ടും. ഫാദർലെസ് അമേരിക്ക, അമേരിക്കൻ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അച്ഛന്മാർ യുദ്ധം കൊണ്ട് മരിച്ചുപോയതല്ല, അച്ഛന്മാരാരാണെന്ന് അറിയാത്ത വലിയ വിഭാഗം വരുന്ന മക്കൾ, സിംഗിൾ പാരൻസ്, അതും മഹാഭൂരിപക്ഷവും അമ്മമാര് വളർത്തിയിരിക്കുന്ന കുട്ടികളാണ് അമേരിക്കയിൽ പുതിയ കാലത്തുണ്ടാകുന്ന സാമൂഹിക ഛിദ്രതകളുടെ, ലഹരികളുടെ, വെടിവെപ്പുകളുടെ ഒക്കെ വലിയ കാരണമെന്ന് അവിടെ വലിയ സാമൂഹികമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ മവദ്ദത്തും സക്കീനത്തും റഹ്മത്തും ഉണ്ടാകുന്ന ഒരു ബന്ധത്തെ രൂപപ്പെടുത്താൻ പറഞ്ഞതിന് പകരം അതൊക്കെ പഴഞ്ചനാണ്, പ്രാകൃതമാണ് എന്ന രീതിയിൽ പുതിയ കാലത്തിന് വേറെ രീതിയിലുള്ള ബന്ധങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ. മാത്രമല്ല, ഇപ്പൊ ബ്രിട്ടൻ അടക്കമുള്ള പല സൊസൈറ്റികളും കുടുംബ വ്യവസ്ഥയിലേക്ക് എങ്ങനെ തിരിച്ചു വരാമെന്നതിന്റെ ചർച്ച, അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പോലും കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് വാഗ്ദാനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ പറഞ്ഞു വന്നത്, മനുഷ്യരുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും സത്യത്തിൽ അതിന് ഒരു പാറ്റേൺ മാത്രമേ ഉള്ളൂ. ചിലരൊക്കെ പറയുന്നത് കേൾക്കും, പുതിയ കാലത്ത് അങ്ങനെ, പുതിയ കാലത്ത് ഇങ്ങനെ, പുതിയ കാലത്തിനനുസരിച്ച് എന്നൊക്കെ. സത്യത്തിൽ അതൊക്കെ നമ്മുടെ ഡിവൈസുകളെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെയാണ്. നമ്മുടെ സാമൂഹികമായ ഇടപാടുകളെ കുറിച്ച് പറയുമ്പോൾ പുതിയ കാലത്തിന് ചില പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പുതിയ സംവിധാനങ്ങൾ ഉണ്ടാവാം. പക്ഷെ മനുഷ്യരുടെ ബന്ധങ്ങളും മനുഷ്യരുടെ പ്രശ്നങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ പുതിയ കാലമെന്നോ പഴയ കാലമെന്നോ ഉള്ള പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ആദിമ മനുഷ്യന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്നത്തെ നമ്മുടെയും പ്രശ്നം. ആദിമ മനുഷ്യന് വിശക്കുമ്പോൾ എന്താണോ പരിഹാരം, അത് തന്നെയാണ് നമ്മുടെയും പരിഹാരം. ആദിമ മനുഷ്യന്റെ ആദ്യത്തെ പ്രശ്നം എന്താണോ, വിശപ്പാണോ, അത് തന്നെയാണ് നമ്മുടെയും ആദ്യത്തെ പ്രശ്നം. ആദിമ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ആദ്യത്തെ ഒന്ന് സുരക്ഷിതത്വമാണോ, അതുതന്നെയാണ് നമ്മുടെയും ആദ്യത്തെ പ്രശ്നങ്ങളിൽ ഒന്ന്. ആദിമ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഒന്ന് അവനെ ആവശ്യമായ ചൂടും തണുപ്പും അവന്റെ മാന്യതയും സംരക്ഷിക്കുന്ന വസ്ത്രങ്ങളാണോ, അതുതന്നെയാണ് നമ്മുടെയും ആവശ്യങ്ങളിൽ ഒന്ന്. ആദിമ മനുഷ്യന്റെ ആവശ്യങ്ങളിൽ ഒന്ന് പരസ്പരമുള്ള അഫിലിയേഷനും അസോസിയേഷനും അപ്രൂവലും പരസ്പരമുള്ള ബന്ധങ്ങളാണോ, ആ ബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന സമാധാനവും ഒരു അസ്തിത്വബോധവുമാണോ, അതുതന്നെയാണ് ആധുനിക മനുഷ്യന്റെയും ആവശ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗം. ആദിമ മനുഷ്യന് അവന്റെ ഇണയിലേക്കുള്ള ആവശ്യം എങ്ങനെയാണോ, അവന് എതിർലിംഗത്തോടുള്ള താല്പര്യം എന്താണോ, അതിനെ സാക്ഷാത്കരിക്കാൻ അവൻ സ്വീകരിക്കുന്ന മാർഗം എന്താണോ, അതുതന്നെയാണ് പുതിയ കാലത്തെ മനുഷ്യനും ആവശ്യമുള്ളത്. അല്ലാതെ പ്രാകൃത മനുഷ്യർക്ക് വേറെ ചില ആവശ്യങ്ങളും ആധുനിക മനുഷ്യർക്ക് പുതിയ ചില ആവശ്യങ്ങളും ആണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സാമൂഹിക ബന്ധങ്ങളാവട്ടെ, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളോടുള്ള പ്രതികരണങ്ങളാവട്ടെ, അതിന് പഴയതെന്നോ പുതിയതെന്നോ മാറ്റങ്ങളില്ല. അന്ന് എന്താണോ പ്രസക്തമായത് അത് തന്നെയാണ് ഇന്നും പ്രസക്തമായിരിക്കുന്നത്. അന്ന് എന്താണോ ശ്രദ്ധിക്കേണ്ടത് അതുതന്നെയാണ് ഇന്നും ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇന്ന് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് എങ്കിൽ അത് പഴയ കാലത്ത് എന്തായിരുന്നോ കാരണം, അത് തന്നെയാണ് ഇന്നത്തെയും കാരണം. അത് ലൈംഗികത അടിച്ചമർത്തുന്നത് കൊണ്ടാണെന്നോ ഫാമിലി സിസ്റ്റം ആണെന്നോ ഒക്കെ വാദിക്കുന്നവർ അവരുടെ ഭൗതിക സ്വർഗങ്ങളായി പരിചയപ്പെടുത്തുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോ സ്വീഡനോ അമേരിക്കയോ അടക്കമുള്ള രാജ്യങ്ങളിൽ, അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ബലാത്സംഗത്തിന്റെ തോത് കുത്തനെ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോകത്ത് ബലാത്സംഗ നിരക്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ സ്വീഡനെയും അമേരിക്കയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കാരണങ്ങൾ പലതുണ്ടാവാം, റിപ്പോർട്ടിങ്ങിന്റെ അളവിന്റെ വ്യത്യാസം ഉണ്ടാവും, വാട്ട് എവർ, അങ്ങനെ അവിടെ ഉണ്ടാവാൻ പാടില്ലല്ലോ.
എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യവും എല്ലാ തരത്തിലുള്ള എന്താ പറയുക അടിച്ചമർത്തലുകളും ഇല്ലാത്തൊരു സമൂഹത്തിൽ ഇതുണ്ടാവില്ല എന്ന് ഇവിടെ വാദിക്കുന്ന ആളുകൾ അവരുടെ മുമ്പിൽ അവരുടെ ഭൗതിക സ്വർഗങ്ങളായി അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് വ്യാപകമായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത് ഏത് തത്വങ്ങളാണോ ഏത് കാരണങ്ങളാണോ സ്ത്രീകളെ സുരക്ഷിതരാക്കി നിർത്തുന്നത്, ഏത് കാര്യങ്ങളാണോ മക്കളെ സുരക്ഷിതരാക്കി നിർത്തുന്നത്, അതേ കാര്യങ്ങൾ പഴയ കാലത്ത് എന്തായിരുന്നോ അതുതന്നെയാണ് അടിസ്ഥാനപരമായി ഇന്നത്തെ കാലത്തും പ്രസക്തമായിരിക്കുന്നത്. ഇനി നമ്മുടെ ബന്ധങ്ങളുടെ ഇഴയടുപ്പവും കെട്ടുറപ്പും വർദ്ധിപ്പിക്കുന്ന, അതേപോലെ തന്നെ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന 2-3 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരൊറ്റ ആയത്തിൽ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ കാലത്തെയും മനുഷ്യരുടെ ബന്ധങ്ങളെ ദുഷിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന 3 കാര്യങ്ങൾ സൂറത്തുൽ ഹുജറാത്തിലെ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ആയത്തിന്റെ തൊട്ടു മുന്നത്തെ ആയത്തിൽ 12ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബു കസീറൻ മിനൽ-ലന്നി ഇന്ന ബഅലൽ-ലന്നി ഇസ്ം വലാ തജസ്സസു ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. 3 കാര്യങ്ങളാണ് സാമൂഹിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ആ ആയത്തിൽ നമ്മളോട് പറഞ്ഞത്. ഒന്നാമത്തേത്, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങളുടെ ധാരണകളിൽ ഭൂരിപക്ഷവും ഉപേക്ഷിക്കുക. ധാരണകൾ, തോന്നലുകൾ ഭൂരിപക്ഷവും ഉപേക്ഷിക്കുക. മനുഷ്യർക്ക് മറ്റു മനുഷ്യരെ കുറിച്ചുണ്ടാകുന്ന ധാരണകളാണ്, തോന്നലുകളാണ് സത്യത്തിൽ നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നത്തെ സോഷ്യൽ മീഡിയ സംവിധാനത്തിലൂടെ സാമൂഹിക ബന്ധങ്ങൾ, പ്രത്യേകിച്ച് വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ദുർബലപ്പെടുകയും അങ്ങേയറ്റം ഒരു വെറുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് പോകുകയും ചെയ്തത് കേരളത്തിലെ പശ്ചാത്തലത്തിലൊക്കെ നമുക്കറിയാൻ പറ്റും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അങ്ങേയറ്റം വെറുപ്പാണ് പരസ്പരം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളും എന്ന് തോന്നും. അതേസമയം ഒരു മാസം ഫേസ്ബുക്ക് അടച്ചു വെച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് പഴയ പോലെ പരസ്പരം സൗഹൃദമുള്ള മനുഷ്യരെ ഇവിടെ കാണാനും പറ്റും. നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് പോകുമ്പോൾ ഇതേ മനുഷ്യർ തന്നെയാണ് ഈ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് വിഭാഗം ആളുകളുണ്ട്. മറ്റൊന്ന്, ഒരേ വിഭാഗം ആളുകൾ തന്നെ ഈ ഡിവൈസുകളെല്ലാം, ഈ ഡിജിറ്റൽ സംവിധാനങ്ങളെല്ലാം അടച്ചു വെക്കുമ്പോൾ അവർ സാധാരണ മനുഷ്യരായി മാറുകയും ഡിജിറ്റൽ സംവിധാനങ്ങളുടെ മുമ്പിലേക്ക് ചെന്നിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഏതൊക്കെയോ പൈശാചികതകളും ചില വെറുപ്പിന്റെ പ്രേതങ്ങളും ഭൂതങ്ങളും ഒക്കെ പുറത്തിറങ്ങി വരികയും ചെയ്യുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വലിയ തോതിലുള്ള സാമൂഹിക പഠനങ്ങൾ ആവശ്യമുള്ള ഒരു വിഷയമാണത്. പറഞ്ഞു വന്നത് ഇതിൻ്റെയൊക്കെ അടിത്തറ എന്താണ് ഈ വെറുപ്പുകളൊക്കെ പ്രചരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമില്ലാത്ത തോന്നലുകൾ, തെറ്റുധാരണകൾ, പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന ധാരണകൾ, ഇവയുടെ പ്രചരണം. നമ്മൾ പോലും അതിൽ നിന്ന് മുക്തരാണെന്ന് ആശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളല്ലാത്തവരെ കുറിച്ചുണ്ടാകുന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ ഷെയർ ചെയ്യുന്നിടത്തും അവയെ വിലയിരുത്തുന്നിടത്തും നമ്മൾ തോന്നലിനപ്പുറമുള്ള, സാധ്യതകൾക്കപ്പുറമുള്ള എന്തുറപ്പാണ് പലപ്പോഴും നമ്മൾക്കുണ്ടാവാറുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഡിജിറ്റൽ കാലത്ത് മനുഷ്യർക്കിടയിൽ ഒരു മഹാമാരിയായി മാറിക്കഴിഞ്ഞ, പഴയ കാലത്ത് തന്നെ മനുഷ്യർക്കിടയിലുള്ള ഒരു പ്രശ്നമാണെങ്കിലും പുതിയ കാലത്ത് ഒരു മഹാമാരിയായി മാറിക്കഴിഞ്ഞ കാര്യമാണ് ഈ ലെന്നുകളുടെ ആധിക്യവും അവ ഉയർത്തുന്ന സാമൂഹിക ഭീഷണിയും എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ഇജ്തനിബു കസീറൻ മിനൽ-ലന്നി ഇന്ന ബഅലൽ-ലന്നി ഇസ്ം. കുറ്റകരമാണ് ഈ തോന്നലുകളുടെയും ഇത്തരം ധാരണകളുടെയും, അടിസ്ഥാനമില്ലാത്ത ധാരണകളുടെയും നല്ലൊരു ഭാഗം കുറ്റകരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. രണ്ടാമതായി ഇതേ ആയത്തിൽ തന്നെ നമ്മളോട് പറയുന്നത് സാമൂഹിക ബന്ധങ്ങളെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് വലാ തജസ്സസു. നിങ്ങൾ മറ്റു മനുഷ്യരുടെ കാര്യങ്ങളിലേക്ക്, അവരുടെ കുറവുകളിലേക്ക് ചുഴിഞ്ഞു നോക്കരുത്. പുതിയ കാലത്ത് ആളുകളുടെ സ്വകാര്യതകളിലേക്ക് ചുഴിഞ്ഞു നോക്കുന്ന ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി മനുഷ്യരുടെ ഓരോ നീക്കങ്ങളും ഓരോ ചിന്തകളും കുത്തക കമ്പനികളും സർക്കാരുകളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വ്യക്തികളാണെങ്കിലും കമ്പനികളാണെങ്കിലും സർക്കാരുകളാണെങ്കിലും അവരൊക്കെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ചുഴിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മനുഷ്യരോട് നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും സ്വകാര്യതകളിലേക്കും
ചുഴിഞ്ഞു നോക്കരുത്, അവ ചുഴിഞ്ഞന്വേഷിക്കാൻ പോകരുത് എന്ന് പറയുകയാണ്. ആധുനിക കാലത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് പ്രൈവസിയുടെ പ്രശ്നമാണ്, സ്വകാര്യതയുടെ പ്രശ്നമാണ്. മനുഷ്യരുടെ സ്വകാര്യതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെസ്റ്റേൺ ലോകത്തൊക്കെ ഈ കമ്പനികൾക്ക് മനുഷ്യരുടെ സ്വകാര്യ ഡാറ്റയിലേക്ക് പ്രവേശിക്കുന്നതിന് വലിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ഗവൺമെന്റ് പലപ്പോഴും ഫേസ്ബുക്ക് അടക്കമുള്ള കമ്പനികളെ പിടികൂടാറുണ്ട്. അതേസമയം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നമ്മുടെയൊക്കെ സ്വകാര്യത പരക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. നമുക്കും അറിയില്ല അതിൻ്റെ ഗൗരവം, അതുപോലെ ഗവൺമെന്റിനെ സംബന്ധിച്ചും അത് പ്രശ്നമില്ല എന്നുള്ള അവസ്ഥയിലാണ്. അതേസമയം മനുഷ്യരുടെ സ്വകാര്യതക്ക്, മനുഷ്യരുടെ പ്രൈവസിക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യമാണ് വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, മനുഷ്യരോട്, നമ്മളോട് കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ മനുഷ്യരുടെ സ്വകാര്യതകളിലേക്ക് ചുഴിഞ്ഞു നോക്കാൻ പോകരുത് എന്നത്. മൂന്നാമതായി ഈ ആയത്തിൽ നമ്മളോട് പറയുന്നത് നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്, പരസ്പരം അപവാദങ്ങൾ പറയരുത്. ഗീബത്ത് എന്ന് പറയുമ്പോൾ ഉള്ളതാണെങ്കിൽ പോലും സഹോദരങ്ങൾ ഇഷ്ടപ്പെടാത്തത് പറയരുത്. നിങ്ങളുടെ സഹോദരന്റെ ശവം ഭക്ഷിക്കാൻ താല്പര്യപ്പെടുമോ അതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ അപവാദം പറയുന്നത് എന്നാണ്. നിങ്ങൾ എടുത്തു നോക്കുക, ആധുനിക പത്രപ്രവർത്തനങ്ങളാവട്ടെ, വാർത്തകളാവട്ടെ, നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളാവട്ടെ, അതിൻ്റെ വലിയ ഒരു ഭാഗവും എന്താണ്? ഗീബത്തുകളാണ്, അപവാദങ്ങളാണ്, വ്യക്തികളെ കുറിച്ചുള്ള അപവാദങ്ങൾ. ഞാനൊക്കെ പുതിയ ജേർണലിസത്തെ ഗീബത്ത് ജേർണലിസം എന്ന് വിളിക്കാനാണ് പലപ്പോഴും താല്പര്യപ്പെടാറുള്ളത്. കുട്ടികളോടൊക്കെ ചിലപ്പോൾ പറയുമ്പോൾ ഗീബത്ത് ജേർണലിസം എന്ന് പറയാനാണ് താല്പര്യപ്പെടാറുള്ളത്. കാരണം ജേർണലിസത്തിന്റെ നല്ലൊരു ഭാഗവും ഗീബത്തുകളായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയത്തിലെ ഗീബത്താണ് പ്രധാനപ്പെട്ട നമ്മുടെ ചർച്ചകളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപവാദ പ്രചരണങ്ങളും അപവാദങ്ങളും പരസ്പരം അപവാദങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള IT സെല്ലുകളും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു കാലത്ത് ഈ അപവാദ പ്രചരണങ്ങളിൽ നിന്ന് മനുഷ്യരെ നിങ്ങൾ മാറി നിൽക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഗൗരവപൂർവ്വം ഉണർത്തിയിരിക്കുകയാണ്. വളരെയധികം ഗൗരവത്തോടു കൂടെയാണ് ഗീബത്തിനെയും അതുപോലെ മനുഷ്യരുടെ അഭിമാനത്തെ ഹനിക്കുന്ന മറ്റു തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളെയും വിശുദ്ധ ഖുർആനും തിരുഹദീസുകളും സമീപിച്ചിരിക്കുന്നത്. സത്യത്തിൽ അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറച്ച് ഗൗരവത്തോടെ സമീപിക്കുകയാണെങ്കിൽ, ഇത്തരം കാര്യങ്ങളെ നേരത്തെ സാമ്പത്തികത്തിൽ പറഞ്ഞതുപോലെ ഖുർആൻ പറഞ്ഞ ചില സൂക്ഷ്മതകൾ കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ലോകത്തെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ നല്ലൊരു പറ്റവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഡിജിറ്റൽ കാലത്തെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ഛിദ്രതകൾക്കുള്ള പരിഹാരം, സത്യം പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന വളരെ അടിസ്ഥാനപരമായ മനുഷ്യബന്ധങ്ങളുടെ തത്വങ്ങളെ കൃത്യമായി സൂക്ഷ്മതയോടെ പാലിക്കുക എന്നതാണ്. അത് പാലിച്ചിരുന്നെങ്കിൽ, അത് പാലിക്കുന്നവരിൽ നിന്ന് ലോകം വളരെ മനോഹരമായ ഒരു സാമൂഹിക അന്തരീക്ഷം സാധിക്കുമായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് അത്രയും ബന്ധങ്ങളെ മനോഹരമാക്കാനും ബന്ധങ്ങളെ ആഴത്തിലുള്ളതാക്കാനും ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളാണ്. തിരുഹദീസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യരോട് നിരന്തരമായി സമ്പർക്കം പുലർത്താൻ, പുഞ്ചിരിക്കാൻ, കൈകൊടുക്കാൻ, കെട്ടിപ്പിടിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏറ്റവും മനോഹരമായി നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഒരു സഹോദരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എന്നല്ല, മഹാന്മാർ പലരും അവർക്ക് എന്തെങ്കിലും ആവശ്യം നടക്കാണ്ടെങ്കിൽ തൻ്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. എനിക്ക് കടം വീട്ടാണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യും. കാരണം റസൂലുള്ള പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുമ്പോൾ ഒരു മലക്ക് ഇവന് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. മലക്കിൻ്റെ ദുആ മുസ്തജാബാണ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ മലക്ക് എൻ്റെ കടം വീട്ടാൻ വേണ്ടി ദുആ ചെയ്യുക വഴി എൻ്റെ കാര്യവും സാധ്യമാകുന്നു, എൻ്റെ സുഹൃത്തിൻ്റെ കാര്യവും സാധ്യമാകുന്നു. അതിനപ്പുറം അതുണ്ടാക്കുന്ന ഒരു മാനസികമായ അടുപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ മനസ്സിലോർത്ത് അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാമൂഹിക ബന്ധം. അങ്ങനെ സുഹൃത്തെന്ന് മാത്രമല്ല, സഹോദരങ്ങളായാലും ഉമ്മയായാലും ഉപ്പയായാലും ഒക്കെ ഇത് ബാധകമാണ്. അങ്ങനെയുള്ള പരസ്പരമുള്ള ഇഴയടുപ്പമുള്ള ആഴമുള്ള പരസ്പരം കെയറുള്ള ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ സാമൂഹിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നമുക്കുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും. ഡിജിറ്റൽ കാലം അത് ശക്തിപ്പെടുത്താനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും അതിനെ നമ്മൾ അറിയാതെ ദുരുപയോഗം ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അതിനെ ശക്തിപ്പെടുത്താനുള്ള വഴികളായി, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള വഴികളായി ഇതിനെ ഉപയോഗപ്പെടുത്താനുള്ള ആഹ്വാനമാവട്ടെ ഇതിൻ്റെ ഒരു സന്ദേശം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഇത്രയും സമയത്തിന് സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.